ഹലോ, ഞാൻ ബിന്ദു സമ്പത്ത്, ഇൻ്റർനാഷണലി സർട്ടിഫൈഡ് മേക്കപ്പ് ആർട്ടിസ്റ്റ്, ഹെയർ സ്റ്റൈലിസ്റ്റ് ആൻഡ് സാരി ഡ്രേപ്പിസ്റ്റ്. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്ന ഒരു ഹെയർ സ്റ്റൈൽ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് പാർട്ടി മേക്കപ്പ് അല്ലെങ്കിൽ പാർട്ടിക്ക് പോകുന്ന ചെറിയ യങ് ലേഡീസിനൊക്കെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലാണ് ഞാൻ കാണിക്കുന്നത്. അപ്പം ഞാൻ ഓൾറെഡി ഈ ഹെയർ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. എപ്പോഴും നമ്മൾ മേക്കപ്പിന് മുന്നേ നമ്മുടെ സ്കിൻ പ്രിപ്പറേഷൻ എന്താണോ അതുമാതിരി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഹെയർ ചെയ്യുമ്പോൾ അതിന് മുന്നേ ഉള്ള ഹെയർ പ്രിപ്പറേഷൻ. അപ്പോൾ നമുക്കിനി അതിലേക്ക് പോകാം. ഇപ്പോൾ ഞാനിത് സെൻറ്റർ പാർട്ടീഷനായിട്ടാണ് എടുത്തേക്കുന്നത്. ഈ സെൻറ്റർ പാർട്ടീഷനെ ഇനി ഞാൻ രണ്ട് സൈഡിലേക്കും, അതായത് നമ്മുടെ ഇയറിന് മുന്നേ ഉള്ള ഭാഗം പ്രത്യേകമായിട്ട് ഞാൻ തിരിക്കുവാണേ. ഇതെന്നിട്ട് ഞാനൊരു ക്ലിപ്പിട്ട് വയ്ക്കും. ക്ലിപ്പിട്ടു. രണ്ടാമത് അതേമാതിരി അടുത്ത സൈഡ്. അതായത് ഇയറിൻ്റെ ആ ഒരു ഭാഗം മാത്രമായിട്ട് ഞാൻ ബാക്കിലേക്ക് ഫ്രണ്ടിലേക്ക് എടുത്തിട്ട് ക്ലിപ്പ് ചെയ്യുവാണ്. വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇതിന് നിങ്ങൾക്ക് പ്രത്യേകം ഹെയർ സ്റ്റൈലിംഗ് പഠിക്കണമെന്നൊന്നുമില്ല. ഇനി നമ്മുടെ ഈ ഇത്രയും പോർഷൻ ഉണ്ടല്ലോ, ഈ പോർഷന് ഞാൻ ഒരു ബാക്ക് കോംബ് ചെയ്യുകയാണ്. ബാക്കിലേക്ക് ചെറിയ ചെറിയ പോർഷൻസായിട്ട് ബാക്ക് കോംബ് ചെയ്യുകയാണ്. എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് മിഡിൽ പാർട്ടിൽ നമുക്ക് കുറച്ചൊരു വോളിയം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ലൈറ്റായിട്ട് ചെയ്താൽ മതി. ഈ ബാക്ക് കോംബിങ് ഹെയർ പ്രിപ്പറേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഹെയറിനെ എങ്ങനെ നമുക്ക് ക്ലീൻ ചെയ്ത് ഇടണം എന്നുള്ള വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പറയണം, അത് ഞാൻ കാണിക്കാം. ഇതിന് ശേഷം നമ്മളിതൊന്ന് സ്പ്രേ ചെയ്യുവാണേ. വളരെ ലൈറ്റായിട്ടാണ് ഞാൻ ഈ പാഡൽ ബ്രഷ് എന്നാണ് ഇതിനെ പറയുന്നത്. ഇത് വെച്ചിട്ട് ഞാൻ കോംബ് ചെയ്യുകയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഓൾറെഡി ഇതിൻ്റെ ഉള്ളിൽ ഞാൻ കുറച്ചൊരു പഫിനെസ്സിന് വേണ്ടിയിട്ട്, നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുമായിരിക്കും, ഇവിടെ ഒരു ചെറിയ പഫ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ബാക്ക് കോംബിങ് ചെയ്തിട്ടുണ്ട്. ഇനിയാണ് അടുത്ത കാര്യം വരുന്നത്. അതായത് ഇപ്പം നമ്മൾ ഈ എടുത്തല്ലോ ഈ ഫ്രണ്ട് പോർഷന് നമുക്ക് നല്ലോണം ചീകി, ഇതിലും നമ്മൾ സ്പ്രേ കൊടുത്താൽ നമുക്ക് എന്താണ് മോയ്സ്ചറൈസർ അടങ്ങിയ ഒരു സ്പ്രേ ആണിത്. ഇത് കൊടുക്കുമ്പം നല്ല ഹെയർ നല്ല പോളിഷായിട്ടിരിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഞാൻ വീണ്ടും മാറ്റി വയ്ക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ കാണാൻ വേണ്ടിയിട്ട്. ഇതേ കണ്ടില്ലേ, ഇത് ഞാൻ നല്ലോണം പോളിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഹെയറിൻ്റെ അടിഭാഗത്തേക്ക്, ഇപ്പം നമ്മൾ നേരത്തെ എടുത്ത ഹെയർ ഉണ്ടല്ലോ അതിൻ്റെ അടിഭാഗത്തേക്കാണ് ഇത് കൊണ്ടുവന്നേക്കുന്നത്. അടുത്തത് ഇതും എനിക്ക് അതേമാതിരി തന്നെ നല്ല നീറ്റായിട്ട് എടുക്കണം. അതായത് ഫ്രണ്ട് പോർഷൻ കുറച്ച് ഫ്ലാറ്റായിട്ടാണ് ഞാനിവിടെ കൊടുത്തേക്കുന്നത്. ഇതും ഞാൻ അടിഭാഗത്തേക്ക് കൊണ്ടുവരുവാണ്. നേരത്തത് ഞാൻ ക്ലിപ്പ് ചെയ്തിട്ടില്ല, അടിഭാഗത്ത് ഹോൾഡ് ചെയ്ത് വെച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഈ അടിഭാഗത്തേക്കുള്ള ഹെയറിനെ നമുക്കൊന്ന് പതുക്കെ ഒരു ക്ലിപ്പിട്ട് പിടിക്കാം. പിടിച്ചതിന് ശേഷം നമ്മുടെ ഈ ബാക്കിൽ ഞാൻ രണ്ട് സൈഡിൽ നിന്ന് എടുത്ത ഇതുണ്ടല്ലോ, ഇവിടെ നമ്മൾ റബ്ബർ ബാൻഡാണ് ഇട്ട് കൊടുക്കേണ്ടത്. എത്രത്തോളം ഫ്ലാറ്റ് ആക്കാമോ അത്രയും ഭംഗിയായിരിക്കും. രണ്ട് സൈഡിൽ നിന്നും ഞാൻ എടുത്ത ആ ഹെയറിനെ ഒരുമിച്ച് ഇവിടെ റബ്ബർ ബാൻഡ് ഇടുവാണ്.
ഇതിവിടെ അടിയിൽ കിടക്കും. ഇത് നമുക്ക് ചെവി കാണുന്ന മാതിരിയും ചെയ്യാം, ഇല്ലെങ്കിൽ അല്ലാണ്ട് ചെയ്യാം. എന്നിട്ട് മേളിലത്തെ പോർഷൻ നന്നായിട്ട് ചീകുക. ഇതിൽ മറ്റൊരു കാര്യം ചെയ്യാവുന്നത്, ഇപ്പോൾ ഇങ്ങനെ ചെയ്ത ഹെയറിൽ നമുക്ക് കേൾസും എടുത്തിട്ട് കൊടുക്കാം. കേൾസ് വേണമെന്നുള്ളവർക്ക് കേൾസ് ചെയ്യുക, കേൾസ് വേണ്ടെങ്കിൽ വെറുതെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചീകിയിട്ടിടുക. ഇത് ലെഹങ്ക, കുറച്ച് ചോളി അങ്ങനത്തെ ഡ്രസ്സസ് ഇടുന്ന ചെറിയ പിള്ളേർക്ക് ഇതൊരു ഭംഗിയായിരിക്കും. ടീനേജേഴ്സിനായിരിക്കും ഇത് കൂടുതൽ നല്ലത്. അപ്പം നിങ്ങൾക്ക് ഓൾറൗണ്ട് കാര്യം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എപ്പോഴും സെൻറ്റർ പാർട്ടീഷൻ എടുത്തിട്ട് ഈ ഒരു പോർഷൻ ഇങ്ങനെ എടുത്തിട്ട് ചെയ്യുന്നതായിരിക്കും ആ മുടി കാണാൻ നല്ല സ്റ്റൈലായിട്ട് കിടക്കുന്നത്. കണ്ടല്ലോ, ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു ഹെയർ അല്ലേ. ഇത് വേണമെങ്കിൽ നമുക്ക് രണ്ടായിട്ട് ഫ്രണ്ടിലേക്ക് ഇടണം എന്നുള്ളവർക്ക് രണ്ടായിട്ട് ഫ്രണ്ടിലേക്ക്. ഇതിപ്പോൾ എൻ്റെ ഡമ്മിയിൽ ഇട്ടിട്ട് വരുന്നില്ല, യഥാർത്ഥത്തിൽ ഫ്രണ്ടിലേക്ക് ഇടാം. കേൾസ് എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്തതിന് ശേഷം ഫ്രണ്ടിലേക്ക് നമുക്ക് കേൾസ് എടുത്ത് ഇങ്ങനെ ഇടുന്നതും കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഇത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യുക. വീണ്ടും പുതിയ പുതിയ ഹെയർ സ്റ്റൈലിംഗ് മെത്തേഡ്സുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും പർട്ടിക്കുലറായിട്ട് ഒരു ഹെയർ സ്റ്റൈൽ വേണമെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, ഞാൻ അതും കാണിച്ചു തരുന്നതായിരിക്കും. അണ്ടിൽ ദെൻ ബൈ.